പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും കൊടുക്കുന്നുള്ളതാണ്. വെള്ളക്കല്ലും പുതിയ പേരും. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കൊണ്ട് നമ്മൾ ചിന്തിക്കുവാൻ കഴിയുന്നത്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം എന്ന് പറഞ്ഞത് പെർഗമോസ് സഭയ്ക്കുള്ള ദൂത. ആ ഭാഗത്താണ് ആ വചനം എഴുതിയതിന്റെ അവസാനം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുന്നത് മശിഹ യുഗത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ് എന്നാണ് ഇവിടെ അർത്ഥമാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹമാണ് വെള്ളക്കല്ലും പുതിയ പേരും എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വെള്ളക്കല്ല് ദൈവത്തോട് വിശ്വസ്തത ആയിട്ടിരിക്കുന്നവർ, ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നവർക്ക്, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർക്ക് ഹല്ലേലൂയ ലഭിക്കുന്ന ഹല്ലേലൂയ പുതിയ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവം നമുക്ക് പുതിയ അല്ലെങ്കിൽ വ്യക്തിത്വവും തരുന്നു. മാത്രമല്ല പുതിയ പേര്, അവർക്ക് മഹത്വത്തിന്റെ പദവിയെയും കൊടുക്കുക. അപ്പൊ നാം വിശ്വസ്തരായി ദൈവത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പദവി അനുഭവിക്കുകയും ആ പദവി നിൽക്കി പുതിയ പേരിനുടമയായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ വാഗ്ദത്തവും അനുഗ്രഹവുമാണ്. പക്ഷെ മനുഷ്യൻ ദൈവത്തോട് അവിശ്വസ്തരാണെന്നുള്ളതാണ് നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോഴും ലോകപരമായി നോക്കും കാണുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തത പുലർത്തുവാൻ കഴിയേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനോടാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നോ അത്രമാത്രം നമ്മുടെ വ്യക്തിത്വത്തെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല ലോകത്തിൽ നമ്മൾ മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റ് ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് മാന്യമായിട്ട് തല ഉയർത്തി നടക്കാൻ കഴിയും. എന്നാൽ അവിശ്വസ്തത ജീവിതത്തിൽ വന്നാൽ ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. ആ പാപം മുഖാന്തരം നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടും, നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെടും, പരിഹാസങ്ങൾ ഉണ്ടാകാം, നാണക്കേടുണ്ടാകാം, അപമാനം വരുത്തി വെക്കാം. അത് മുഖാന്തരം ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ആ പുതിയ പേരെ പദവി പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അനവധി ആളുകളുണ്ട്. പെർഗമോസ് സഭയിലെ പലവിധമായ ആളുകൾക്കും അങ്ങനെ ഈ ഒരു പ്രതികൂല സാഹചര്യം കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മെ ഈ വചനം ഓർപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി നിന്ന് ആ പുതിയ പേര് പ്രാപിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പദവിയിൽ ജീവിക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജയിക്കുന്നവന് ദൈവം പല വിധത്തിലുള്ള വാഗ്ദത്തങ്ങളെ, സമ്മാനങ്ങളെയാണ് ദൈവം കൊടുക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ വിശുദ്ധന്മാരായും ജയിക്കുന്നവനായും ശോഭിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവവചനം പഠിക്കുമ്പോൾ കാണാമെങ്കിൽ നമുക്ക് ഏറിയാൽ 70 അല്ലെ 80 വയസ്സാണ്. 70 അല്ലെ ഏറിയ 80. അത് വേഗം തീരെയും പറന്നു പോവുകയും ചെയ്യുമെന്നാണ് നമ്മൾ 90-ാം സംഗീതം 10-ലൊക്കെ വായിക്കുന്നത്, 10-ാം വാക്യം. അപ്പൊ ഇവിടെ ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ ജീവിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് വിശുദ്ധ പദവി നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ശോഭിക്കുന്നവരായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്കും നന്മയ്ക്കും വേണ്ടി, ഇവിടുത്തെ താൽക്കാലികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് മഹാവേദനയായി മാറും. ഒരുപക്ഷെ നിങ്ങൾ അപ്പോൾ അനുഭവിച്ചില്ലെങ്കിലും അല്പം കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തത പുലർത്തേണ്ടത് ദൈവത്തോടാണ്. എങ്കിലും നമുക്ക് ആ പുതിയ പേരെന്നുള്ള ആ മഹത്വമേറിയ പദവി കിട്ടത്തുള്ളൂ. അത് ദൈവം തരുന്ന പേരാണ്, രക്തം ചെയ്യാം. എന്നാൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതെ അവിശ്വസ്തത കാണിച്ച് എത്രയോ മഹാന്മാരാണ് ദൈവസന്നിധിയിൽ നിന്ന് അന്യായപ്പെട്ടു പോയത്, കളങ്കപ്പെട്ടു പോയത്.
ദൈവം തള്ളപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ദാവീദ് യഹോവയെ രക്ഷിക്കണമേ, വിശ്വസ്തന്മാർ കുറഞ്ഞുപോയി, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മൾ ഈ 12-ാം സങ്കീർത്തനമൊക്കെ വായിക്കുന്നത്. നമ്മളെപ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമെങ്കിൽ മാത്രമേ നമുക്ക് കുടുംബത്തിൽ വിശ്വസ്തത പുലർത്താൻ കഴിയുള്ളൂ. നിങ്ങൾ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നോ അത്രമാത്രം നിങ്ങൾക്ക് കുടുംബത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് വിശ്വസ്തത പുലർത്താൻ കഴിയും. അങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമെങ്കിൽ മാത്രമേ തലമുറയ്ക്ക് മാതാപിതാക്കളോട് വിശ്വസ്തത പുലർത്താൻ, സഭയോട് വിശ്വസ്തത പുലർത്താൻ കഴിയുള്ളൂ. വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പാപം പ്രവേശിക്കുന്നത്. അത് നമ്മൾ ഈ ഭൂമി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അങ്ങനെ എത്രയെത്ര കുടുംബങ്ങളാണ് പ്രിയരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ശക്തമായ ദൂതുകൾ നൽകുമ്പോൾ നമ്മുടെ വിശുദ്ധന്മാരായി ജീവിക്കണം, ഈ ലോകത്തെ ജയിക്കുന്നവരായി ശോഭിക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ ഇവിടെ പറഞ്ഞ വെള്ളക്കല്ല് കൊടുക്കും എന്നുള്ള വാഗ്ദത്തം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. പ്രൈസ് ലോർഡ്. വെള്ളക്കല്ല് എന്ന് പറഞ്ഞാൽ വിശ്വസ്തരെ ആ നാമം നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാ. ഒരുപക്ഷെ ലോകം നിങ്ങളെ നോക്കിയിട്ട് പറയും നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല എന്നൊക്കെ ലോകം പറഞ്ഞേക്കാം. ലോകം നിന്നെ അംഗീകരിച്ചൊന്നും വരത്തില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ പരിഹസിച്ചേക്കാം, നാണം കെടുത്തിയേക്കാം. കുടുംബത്തിൽ 4 മക്കളുണ്ട്, 4 മക്കളിൽ നീ ഒരുപക്ഷെ അപമാനിക്കപ്പെട്ടവനായിരിക്കാം. സ്വന്തം കുടുംബത്തിൽ പോലും മാതാപിതാക്കൾ സ്വന്തം മക്കളെ തരംതിരിച്ചു കാണാറുണ്ട്, എല്ലാ കുടുംബങ്ങളിലും. എന്നാൽ ദൈവം നിങ്ങളെ ഒരിക്കലും തരംതിരിച്ചു കാണത്തില്ല. നിങ്ങൾ ദൈവഭവനത്തിന്റെ അംഗമായി കഴിയുമ്പോൾ, ദൈവത്തിന്റെ മക്കളായി ദൈവത്തോട് വിശ്വസ്ത പുലർത്തുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുന്ന സകലർക്കും ഒരേപോലെ പ്രാധാന്യം നൽകുന്നവനാണ് നമ്മുടെ യേശു, അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട സഹോദര, നീ ദൈവത്തിന് പ്രാധാന്യമുള്ളവനാണ്, അല്ലേ? അപ്പോൾ ഭൂമിയിൽ അനവധി കറുപ്പുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, വെള്ളക്കല്ല് കൊടുക്കുമെന്ന്, വെള്ള നിറം, അല്ലേ? നമുക്കറിയാം വെള്ള വളരെ ശുഭ്രമായ ഒരു അനുഭവം, സത്യസന്ധതയൊക്കെ കാണിക്കുന്നതാണ്. ആ പലവിധമായ നിറം ഇവിടെ ഭൂമിയിലുണ്ട്. നമുക്കൊരു കറുപ്പ് നിറമുണ്ട് ഇവിടെ, അല്ലേ? കറുപ്പ് നിറം എന്ന് പറയുമ്പോൾ പിശാചിനോടും പാപത്തോടും ഇരുളിന്റെ ശക്തിയോടും ചേരുന്നതാണ് കറുപ്പ്. പാപത്തെ സ്നേഹിക്കുന്ന അവരെ നമുക്ക് കാണുമ്പോൾ പറയാം, അവരുടെ ഹൃദയവും മനസ്സും അവരുടെ കണ്ണും അവരുടെ ചുണ്ടും നാവും അവരുടെ വാക്കുകളിലെല്ലാം കറുപ്പിന്റെ ഇരുളിന്റെ അനുഭവമായിരിക്കും. പ്രവേശനം. കറുത്ത വസ്ത്രം തന്നെ എല്ലാവർക്കും പലപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ഇപ്പം കറുത്ത വസ്ത്രം ഒരു ഫാഷനായി മാറിയിരിക്കുക. അത് ചില സാഹചര്യത്തിൻ്റെതാണ്. കറുത്ത വസ്ത്രം ധരിച്ചത് കൊണ്ട് പാപിയാകണമെന്നുമില്ല. പക്ഷെ പണ്ട് കാലങ്ങൾ നോക്കിയാൽ മനുഷ്യൻ രാത്രി സഞ്ചാരങ്ങൾക്ക് പാപത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ അവൻ യാത്ര ചെയ്യുന്നത് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. കാരണം രാത്രിയിൽ കറുത്ത വസ്ത്രം ധരിച്ചു ഇരുളിന്റെ കൂടെ ഈ രാത്രിയും കൂടെ ആയി കഴിയുമ്പോൾ പിന്നെ അവരെ കാണത്തില്ല. അതുകൊണ്ട് കറുത്ത വസ്ത്രധാരിയായിട്ട് കടന്നു പോകും. അപ്പം കറുപ്പ് എന്ന് പറയുന്നത് ആ നിറം പിശാചിനോടും പാപത്തോടും ഇരുളിന്റെ ശക്തിയോടും വ്യാപരിക്കുന്നതാണ്. കഴിയുമെങ്കിൽ അല്ലേരിയ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. നിങ്ങളുടെ കറുപ്പ് വസ്ത്രം ഉപേക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞത്, കറുത്ത വസ്ത്രം ഉപേക്ഷിക്കാനല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ കറുത്ത വസ്ത്രം ഉപയോഗിച്ചാലും പാപത്തോടും പിശാചിനോടും ഈ ലോകത്തിന്റെ ശക്തികളോടും ഇരുളിന്റെ അധികാരത്തോടും നിങ്ങൾ ജയിക്കുന്നവരായിരിക്കണം. പ്രൈസ്. മറ്റൊരു നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്, അല്ലേ? ചുവപ്പ് എന്നത് നമ്മുടെ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ, യേശുക്രിസ്തു ചീന്തിയ ആ രക്തം, ആ ചുവന്ന രക്തത്തെ കാണിക്കുക. ഒരു ഭക്തന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ ഈ ചിന്തകൾ എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വളരെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായി. എന്നെ കൂടെ ഞാനൊന്ന് രൂപാന്തരപ്പെടുത്താൻ കഴുകി ശുദ്ധീകരിക്കാൻ തോന്നി. അപ്പം ചുവപ്പ് എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ, അവന്റെ ശരീരത്തിൽ നിന്ന് ചീന്തിയ ആ രക്തത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹൃദയം എപ്പോഴും വിശുദ്ധിയോടെ ആയിരിക്കണം. ഹൃദയത്തിനകത്ത് വിശുദ്ധി നഷ്ടപ്പെട്ടു പോകരുത്. ഹൃദയത്തിനകത്ത് വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അശുദ്ധിയായി മാറും. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനവധി ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. നിങ്ങൾ അതിലൊരാളാണോ എന്ന് നിങ്ങൾ ചോദന ചെയ്യണം. ഞാൻ നിങ്ങളാണെന്ന് പറയത്തില്ല. നിങ്ങൾ ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ട ആളെന്ന് ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷെ നിങ്ങളാണത് ചോദന ചെയ്യേണ്ടത്. ലോകം ഒരുപക്ഷെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടേക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം, പറഞ്ഞേക്കാം. പക്ഷെ
അതിനെ യഥാർത്ഥമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങളാണ്. ലോകത്തോട് നിങ്ങളെയും കൂടെ ചേർത്ത് താരതമ്യം ചെയ്തിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് കറുപ്പ് വീണിട്ടുണ്ടോ, അതോ ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെട്ട അനുഭവമാണോ? നമ്മൾ ചിന്തിക്കണം. അപ്പം ചുവപ്പെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം യേശുക്രിസ്തു ചീന്തിയ ചുവന്ന രക്തത്തെ കാണിക്കുക. പിന്നെ സ്വർണ്ണ നിറം എന്ന് പറയുന്നുണ്ട്, ഗോൾഡൻ നിറം. ഹല്ലേലൂയ. നമുക്ക് സ്വർണ്ണ നിറം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തെ നമ്മുടെ മനക്കണ്ണിന്, അല്ലെ നമ്മുടെ അദൃശ്യമായ കണ്ണുകൾക്ക് മുമ്പായി കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. സ്വർണ്ണ നിറം നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് സ്വർഗരാജ്യത്തിന്റെ നിറം വർണ്ണിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നതിനൊക്കെ പരിധികളുണ്ട്, ദൂരപരിധിയുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്ന പലതിനെയും നമ്മൾ കാണും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാകും, ഇഷ്ടമില്ലാത്തതുണ്ടാകും, ഇഷ്ടമുള്ള ആളുകളുണ്ടാകും, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കും പല വിധമായ അനുഭവങ്ങൾ. അത് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും, നമ്മുടെ ഹൃദയത്തെ മലിനമാകും, വാക്കുകളെയൊക്കെ അസ്വസ്ഥപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെ ഗോൾഡൻ കളർ, അല്ലെങ്കിൽ സ്വർണ്ണ നിറം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തെ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്. ഒരു ഭക്തന്റെ ജീവിതം അതായിരിക്കണം. ഈ ഭൂമിയിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അശുദ്ധി പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യനൊന്നടങ്കം ദൈവത്തിൽ നിന്ന് അകന്ന അവിശ്വസ്തരായി മാറുമ്പോൾ, ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിലേക്ക് മനുഷ്യൻ നീങ്ങി ദൈവഭയമില്ലാതെ ജീവിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം നിന്നെ വേർതിരിച്ച് കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കിയെടുത്തത് എങ്ങനെ? പച്ചവെള്ളത്തിലല്ല, അവന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കിയെടുത്തത് നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ച് നിനക്ക് നല്ല ബോധ്യമുണ്ടാകാനാ. പ്രൈസലോ. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഫേസ് ലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. ഹല്ലേലൂയ. ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെ നമുക്ക് യഥാർത്ഥത്തിൽ ഗ്രഹിപ്പാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അനുദിന ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന്റെ മഹത്വം ദർശിക്കത്തക്ക നിലയിൽ ദൈവരാജ്യത്തിന്റെ മഹത്വം കാണും വിധത്തിൽ നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നീ ദൈവത്തോട് ചേർന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വെള്ളക്കല്ലും ആരും അറിയാത്തതുമായ ആ പുതിയ പേരും ആ മഹത്വത്തിന്റെ പദവി നിനക്ക് ദൈവം തരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ പദവി നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കുമെന്ന്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ യുവതി യുവാക്കന്മാർ വിവാഹിതരായി കഴിഞ്ഞ് അവർക്ക് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് പേരിടുവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നത്. ചിലരൊക്കെ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്നു, ഒരു നല്ല പേര് പറഞ്ഞതാണ്. ചിലരൊക്കെ ഗൂഗിളിൽ കയറി പരിശോധന നടത്തുന്ന നല്ല പേര്. ചിലരൊക്കെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് എന്താണ് പേരിടേണ്ടത്. അങ്ങനെ ഒരു പേര് കുട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് വളരെ തത്രപ്പാടില്ല. അങ്ങനെ അവസാനം അവർ കയറി ഇറങ്ങി നടന്ന് ആരോട് ചോദിച്ച് മനസ്സിലാക്കി ഗൂഗിളൊക്കെ പരിശോധിച്ച് ഒരു പേരൊക്കെ കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് ഇടും. ഹല്ലേലൂയ. പക്ഷെ അത് കർത്താവ് കൊടുത്ത പേരല്ല. കർത്താവ് കൊടുക്കുന്ന മഹത്വത്തിന്റെ പദവിയുള്ള മഹത്വത്തിന്റെ പേരാ കൊടുക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒരു പേര് നിങ്ങളുടെ കുട്ടിക്ക് ഇട്ടത് കൊണ്ട് അത് ദൈവം അംഗീകരിക്കത്തില്ല എന്നൊന്നുമില്ല. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്ന മുമ്പാണ് അബ്രഹാമിന്റെ പിതാവ് തേരഹ അബ്രഹാമിന് പേരിടുന്നത്. അബ്ര എന്ന് പേരുള്ളപ്പോഴാണ് ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്ന വിളിക്കുന്നതും അബ്രഹാമിന്റെ നീതിന്റെ ദേശത്തെയും ചാർജക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പായിരിക്കും ദേശത്തേക്ക് പോകാം. അങ്ങനെ അബ്ര എന്ന് പറയുന്ന പേര് അബ്രഹാമിന്റെ പിതാവ് ഇട്ടതാണ്. പക്ഷെ ആ പേര് ദൈവം ആമെ തള്ളിക്കളഞ്ഞില്ല. മോശം ദൈവം വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദിനെ വിളിക്കുന്നുണ്ട്, ശൗലേ എന്ന് വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള പേരാണെങ്കിലും ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വരുമ്പോൾ, ഒരുവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുമ്പോൾ അവന് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യർക്കും മറഞ്ഞിരിക്കുന്ന മഹത്വത്തിന്റെ പദവി ആയ പുതിയ പേരാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ വരുമ്പോഴാണ് ആ പുതിയ പേര് ദൈവത്തിന്റെ മകൻ, മകൾ, പ്രിയ മക്കൾ, അല്ലെങ്കിൽ അപ്പാപിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ആ അനുഭവത്തിലേക്ക് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് കാണണമെങ്കിൽ, അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം നീല നിറത്തെ കുറിച്ച് കാണാൻ കഴിയും. നീല നിറം എന്ന് പറയുമ്പോൾ ആകാശത്തെ നിത്യതയും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു.
ചില സമയത്ത് ആകാശത്തേക്ക് നോക്കി നല്ല നീലാകാശത്തെ കാണാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ നോക്കി നിന്നു പോകും, വളരെ സന്തോഷിക്കും. നീലാകാശം കാണുമ്പോൾ നമുക്ക് വളരെ നീലാകാശത്തെ കാണുമ്പോൾ അല്ലരിയ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നിത്യതയെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഒരു ഭക്തന്റെ മനസ്സിൽ നിന്ന് ഉടലെടുത്ത ചിന്തകളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. പ്രൈസറോ. വീണ്ടും കാണുന്ന നിറം പച്ച നിറം. പച്ച നിറം എന്ന് പറയുന്നത് അത് പുഷ്ടിയെയും സമ്പൽ സമൃദ്ധിയെയും വെളിപ്പെടുത്തുന്നതാണ് പച്ച നിറം. അല്ലേരിയ. അപ്പൊ യേശു ക്രിസ്തു ശാരോനിലെ റോസാ പുഷ്പത്തിനും വെള്ള ലില്ലി പുഷ്പത്തിനും അടയാളമാണെന്ന് യേശുവിനെ കുറിച്ചും പറയുന്നു. അപ്പം നിറങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വെള്ളക്കല്ല് ദൈവം നമുക്ക് നൽകുമെന്ന് പറയുമ്പോൾ കറുപ്പ് നിറമുണ്ട്, ചുവപ്പ് നിറമുണ്ട്, ഗോൾഡൻ നിറമുണ്ട്, നീല നിറമുണ്ട്, പച്ച നിറമുണ്ട്. അല്ലെ, അങ്ങനെ വിവിധ നിറങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഓർത്തോണം, നമ്മുടെ യേശുക്രിസ്തു ശാരോനിലെ പനിനീർ പുഷ്പമാണ്. റോസാ പുഷ്പത്തിനും ലില്ലി പുഷ്പത്തിനും അവൻ അടയാളമാണ്. പ്രൈസോ. എന്നെ കേൾക്കുന്ന പ്രൈസോതാണ്. ഇവിടെ ജീവിക്കുമ്പോൾ വളരെ വിശ്വസ്തയോടെ ദൈവത്തോട് ഒരിക്കലും നിങ്ങൾ അവിശ്വസ്തരായി തീരരുത്. വിശ്വസ്തരായി നിൽക്കണം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നുവെന്നാണ് നമ്മൾ ലേഖനത്തിലൊക്കെ വായിക്കുന്നത്. മനുഷ്യനാണ് എപ്പോഴും അവിശ്വസ്തത വരാം. അല്ലേലിയ. അവിശ്വാസം എന്ന് പറയുന്നത്, അവിശ്വസ്തത എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടെ നടക്കുന്ന സന്തത സഹചാരി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കൂട്ടാണ്. പക്ഷെ ഒരു ദൈവത്തിന് പൈതല് ആ അനുഭവത്തിലേക്ക് പോകരുത്. പെർഗോമ സഭയോട് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കുമെന്ന്. പ്രൈസലോട്. ഇപ്പം ക്രിസ്തുവിന്റെ ശിരസും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 1:14 ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താ? ക്രിസ്തുവിന്റെ ശിരസും തലമുടി വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരിക്കുന്നു. യോഹന്നാൻ പത്മോസിൽ വെച്ച് കണ്ട ദർശനമാണ്. നമ്മൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. യേശു ക്രിസ്തുവിന്റെ രൂപത്തെക്കുറിച്ച് ഭക്തൻ വർണ്ണിക്കുമ്പോൾ നമ്മുടെ തേജസ് നമ്മുടെ കർത്താവ് എത്രമാത്രം തേജസ്സിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ടല്ലേ ഉത്തമഗീതം 5:10 നമ്മൾ വായിച്ചത്, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അപ്പൊ നമുക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ കർത്താവിനെ വർണ്ണിക്കുവാൻ കഴിയില്ലെന്നാണ് ഞാനീ പറയുന്നത്. അത്രമാത്രം തേജസ്സേറിയ കർത്താവ്. ആ കർത്താവ് നമുക്ക് പുതിയ പേരും അല്ലെങ്കിൽ ചാർത്തി തരുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കുമെന്ന് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. ജയിക്കുന്നവൻ, ഈ ലോകത്തെ ജയിക്കുന്നവന് വെള്ളയുടുപ്പ് നൽകും. ഇപ്പം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാതെ കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. വെള്ള വളരെ പ്രാധാന്യം കൊടുക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അല്ലേലൂയ, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. അല്ലേലിയ. ഞാൻ ആ ഭാഗത്തേക്ക് വിവരിച്ച് അടുത്ത ദിവസമുള്ള ഭാഗത്തേക്ക് വരും. അല്ലേലിയ. അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ, കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ദൈവത്തോട് വിശ്വസ്തനായി നിന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ആ പുതിയ പേര് നമ്മൾ പ്രാപിക്കണം. അല്ലേലൂയ. വീണ്ടും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അല്ലേലൂയ. 3-ാമത്തെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, നീ സമ്പന്നനാകേണ്ടത് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കുന്ന വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുന്ന ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കുന്ന വെള്ളയുടുപ്പ്. സോണം.
വളരെ ശുദ്ധിയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുമ്പോൾ, നമ്മോട് പറഞ്ഞു തരുമ്പോൾ, ഹല്ലേലൂയ, നമുക്കത് വെളിവാക്കി തരുമ്പോൾ, സ്തോത്രം, ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ എത്രമാത്രം ശ്രേഷ്ഠതയോടെ ജീവിച്ചാലാണ് നമുക്ക് നിത്യതയിൽ ചെല്ലുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടൊക്കെ നമ്മൾ അന്യരും പ്രവാസികളുമാണ്. താൽക്കാലികമായ ജീവിതമാണ് നമുക്കിവിടെ. നമ്മൾ ആരിവിടെ സ്ഥിരതാമസക്കാരല്ല. ഹല്ലേലൂയ. നാം ഇവിടെ ഒഴിഞ്ഞു കൊടുത്തേ മതിയാകും. ഒരു സമയം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്തിനപ്പുറത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്റെ വീട്ടിൽ വന്നു. നാളുകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പരിചയവും ഒക്കെ ഉള്ളതാണ്. അവരുടെ കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളോളം ട്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പം കാലങ്ങൾക്ക് ശേഷം ഇന്നലെ അവരുടെ ഒരു കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹൈന്ദവ സഹോദരിമാർ, ഭാര്യയും ഭർത്താവും, അവര് ചില കാര്യങ്ങൾ സംസാരിച്ച് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, എന്റെ സാറേ, നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. മരണം ഏത് സമയത്ത് നമുക്ക് വരും. മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് മരണം എപ്പോഴും സംഭവിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം പുകഴ്ച പറഞ്ഞുകൊണ്ടും പ്രാധാന്യമില്ലെന്ന് ആ ഒരു സഹോദരനോട് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന്, എടാ, ദൈവമക്കൾക്ക് പോലും ഇല്ലാത്ത ചില പ്രത്യാശ ജാതികൾക്കുണ്ടല്ലോ എന്നെ ഉള്ളിൽ വന്നു. അതേപോലെ നമുക്ക് ഇല്ലാത്ത ചില പ്രത്യാശ ആമേൻ നമ്മോട് സംസാരിക്കുന്നവരുടെ നാവിൽ നിന്ന് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. വെള്ളക്കല്ല് വിശ്വസ്തതയെ കാണിക്കുക. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവരെ അത് കാണിക്കുന്നത്. അത് നീ ഒരിക്കലും ദൈവസനില് അവിശ്വസ്തനായി മാറരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തിയില്ലെങ്കിൽ, ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തത പുലർത്തിയില്ല, കുടുംബത്തിനകത്ത് അരാജകത്വം വരും, കണ്ണുനീര് വരും, കുടുംബം തകരും, ചിന്ന ഭിന്നമായി മാറും. രണ്ടുപേരും രണ്ടു വഴിക്കാകും. അത് കണ്ട് നിങ്ങളുടെ മക്കൾ വളരും, അവരും നിങ്ങളെ പോലെയായി മാറും. പ്രൈസ് ദി ലോർഡ്. അത് ജീവിതം എന്നൊക്കെ പറയുന്നത് കർത്താവിൽ ദൈവവചനത്തിൽ അധിഷ്ഠമായി, ഹല്ലേലൂയ, കർത്താവ് പറയുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. തെറ്റുകുറ്റങ്ങൾ കൊണ്ട് കുറവുകൾ കൊണ്ടൊക്കെ നിറയപ്പെട്ടതാണ് ഭൂമിയിലെ ജീവിതമെങ്കിലും നാം ദൈവത്തിൽ അന്യപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള പാപ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ഹല്ലേലൂയ. രക്തം ചെയ്യും എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ യാതൊരു സുഖങ്ങളിലേക്ക് നിന്റെ മനസ്സും ഹൃദയവും നീ വിട്ടുകൊടുക്കരുത്. നിന്റെ മനസ്സിനെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഒരിക്കൽ പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ ആ പാപത്തിന്റെ വേരുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങും. ആ പാപത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ആ പാപ സ്വഭാവം നമ്മൾ പ്രലോഭനം കൊണ്ടെത്തരും, ആഗ്രഹങ്ങളെ കൊണ്ടെത്തരും, മോഹങ്ങളെ കൊണ്ടെത്തരും. അങ്ങനെ ആ പാപത്തിന്റെ വേര് നമ്മുടെ ഹൃദയം മുഴുവൻ ആഴ്ന്നിറങ്ങും. പിന്നെ നമുക്കതിനെ പറിച്ചു മാറ്റുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ആ പാപത്തിന് അടിമയായി മാറും. അതുകൊണ്ട് അവിശ്വസ്തരായി മാറരുത്. ഈ പാപത്തിന്റെ വേര് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. നിങ്ങൾ നിങ്ങളുടെ പറമ്പിനകത്തൊരു ഇല്ലി കൊണ്ടുവെക്കണം, മുള കൊണ്ടുവെക്കണം, ചെടി തൈ കൊണ്ടുവെക്കണം. അത് അവിടെ നിന്ന് കിളിർത്ത് വരുമ്പോൾ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ നിന്ന് വീണ്ടും മുളകൾ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ആ മുളകൾ പൊട്ടി മുളച്ച് ആ ഒരു ചെറിയ മുള വലിയൊരു മുളങ്കൂട്ടമായി മാറും. അത് വളർന്ന് പന്തലിച്ച് ആ ദേശം മുഴുവൻ ഇരുളുകൊണ്ട് വ്യാപിക്കും, മുളയുടെ കൂട്ടം കൊണ്ട്. പിന്നെ അതിനെ നശിപ്പിക്കാൻ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചാലും വിഷം തളിച്ചാലും എന്തെല്ലാം കെമിക്കൽ ഒഴിച്ചാലും നശിപ്പിക്കാൻ നോക്കിയാലും ആ മുളങ്കൂട്ടം അവിടെ നശിച്ചു പോകത്തില്ല. അതിന്റെ വേര് സകല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കളഞ്ഞു. ഒരു മൺവെട്ടി കൊണ്ടോ ഒരു കുന്താലി കൊണ്ടോ ഒരു പിക്കാസ് കൊണ്ടോ വെട്ടിയാൽ പോലും നിലത്ത് താഴാത്ത വിധത്തിൽ അതിന്റെ വേരുകൾ വ്യാപിച്ചു കഴിയും. ആ ഏകദേശം 40 വർഷത്തോളം ആ മുളങ്കൂട്ടം അവിടെ നിൽക്കുമെന്നാണ് ഞാൻ പഴമക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കാലയളവിൽ ആ സ്ഥലത്ത് യാതൊരു കൃഷിയും ചെയ്യാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പോലെ പാപത്തിന്റെ വേര് നിന്റെ ഹൃദയത്തിനകത്തും വീണാൽ നിന്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ പാപത്തിന്റെ വേരുകൾ നിറയാൻ തുടങ്ങും. ചെതൽപ്പുറ്റ് പോലെ പാപം നിന്റെ ഹൃദയത്തെ നശിപ്പിക്കും. പ്രൈസ്. അങ്ങനെയുള്ള അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നീ ഒരിക്കലും പാപ സ്വഭാവത്തിലേക്ക് വീട് പോകാതെ
പാവം നിന്റെ ഹൃദയത്തിനകത്ത് വേരുമുളപ്പിക്കാതെ നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ആ പുതിയ പേരിന്റെ ആ മഹത്വത്തിന്റെ പദവിയിൽ നീ ജീവിക്കണം. പ്രൈസറോ, അതാണ് പെർഗോമസ് സഭയുടെ ദൈവം പറയുന്ന ദൂത. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുവാൻ കാണുന്നുണ്ട്, സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെ ഹല്ലേലൂയ അപ്പോസ്തലൻ കാണുകയാണ്. പ്രൈസ് ലോർഡ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ലോർഡ്. അപ്പൊ സിംഹാസനത്തിന്റെ ചുറ്റിലും ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കാണുമ്പോൾ വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിക്കാം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനവും വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെയാണ് കാണുന്നത്. ഹല്ലേലൂയ. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരെയാണ് കാണുന്നത്. അതിനെക്കുറിച്ച് വേദപുസ്തകമായി സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ പഴയ നിയമ കാലയളവിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമ കാലയളവിലെ 12 അപ്പോസ്തലന്മാരെയും ചൂണ്ടിക്കാണിക്കുന്നു. 1 വൃത്താന്ത പുസ്തകം 24:1-19 വരെ പ്രകാരം പുരോഹിതന്മാരെ 24 കൂറുകളായി ഭാഗിച്ചിരിക്കുന്നു കാണാൻ കഴിയും. അല്ലേ? അതുകൊണ്ട് 24 മൂപ്പന്മാർ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുരോഹിത വർഗത്തിന്റെ മുഴു പ്രാധാന്യത്തെയും കാണിക്കുകയാണെന്ന് KV സൈമൺ സാറും ഹല്ലേലൂയ വില്യം ബാർക്ലിയും ആമേലല്ലേ ലേൺ മെമ്മോറിയും വില്യം ഹെൻറി എക്സനും ഒക്കെ വാൽഫുഡ് ഹെൻറിയൊക്കെ ആദ്യമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ പഴമക്കാര് പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് 24 മൂപ്പന്മാർ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരും ഈ 24 മൂപ്പന്മാരും പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ വീണ്ടെടുക്കപ്പെട്ടു വരുന്ന രാജകീയ പുരോഹിത വർഗത്തിന്റെ പ്രാധാന്യത്തെ കുറിക്കുകയാണ്. അപ്പം പുരോഹിതൻ എപ്പോഴും വിശുദ്ധനായിരിക്കണം, വിശുദ്ധിയുടെ വേഷമായിരിക്കണം. വിശുദ്ധിയുടെ വേഷം ആ പുറമെയല്ല, അകത്ത് ഹൃദയത്തിൽ. വേഷഭൂഷാദികൾ അണിഞ്ഞ് വിശുദ്ധിയുടെ വേഷം ധരിച്ച് നടക്കുന്നവരും അകത്ത് വളരെ കയ്പും പകയും കൊണ്ട് നടക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. ഹൃദയം മലിനമാകാതെ, ഹൃദയത്തിനകത്ത് അശുദ്ധി വരാതെ, ഹൃദയത്തിനകത്ത് പാപത്തിന്റെ വേര് മുളയ്ക്കാതെ, ഹൃദയത്തിനകത്ത് വാട്ടം, മാലിന്യം, കറ എന്നിവയൊക്കെ ഏശാതെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ, അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. അല്ലെ, ദൈവം നമുക്ക് ഒരുക്കുന്ന ആ പ്രതിഫലം വാങ്ങണമെങ്കിൽ നമ്മുടെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് വെളിപ്പാട് പുസ്തകം പറയുക. അപ്പോൾ അവരിൽ ഓരോരുത്തരും നിലയെങ്കി കൊടുത്തുവെന്ന് ഹല്ലേലൂയ നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, അപ്പോൾ അവരിൽ ഓരോരുത്തരും നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹോദരന്മാരും സഹോദരന്മാരും വരുന്ന തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്കൊരു അള്ളപ്പാടുണ്ടായി. ഹല്ലേലൂയ. ഇവിടെ ഓരോ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 6-ാമത്തെ കുഞ്ഞാടിന്റെ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ തന്നെ വിനാശങ്ങൾ ഒരു വലിയ പരമ്പര തന്നെ കാണുന്നത്. ദൈവം പ്രവാചകന്മാർ മുഖാന്തരം എഴുതപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളെയാണ് ഓരോ മുദ്രകളിലും നിറവേറി കാണുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകം യെഹെസ്കേലിന്റെ പുസ്തകത്തിലും ഹല്ലേലൂയ സെഫന്യാവിന്റെ പുസ്തകത്തിലും മത്തായിയുടെ പുസ്തകത്തിലും ഒക്കെ ഇത് കാണാൻ കഴിയും. വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്നവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 6-ന്റെ 15 വായിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി വരുന്നവൻ ഹല്ലേലൂയ സ്തോത്രം അന്തിക്രിസ്തുവിനെ കുറിച്ചാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ വെളിപ്പാട് പുസ്തകം 19-11 മറ്റൊരു വെള്ളക്കുതിരയെ കാണുന്നു.
അതിന്റെ പുറത്തു വരുന്നവൻ ക്രിസ്തു തന്നെയാണെന്ന് ആമയുടെ പറയുക. ഹല്ലേലൂയ. ഇവിടെ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ ഹല്ലേലൂയ സമാധാന സന്ദേശമായിട്ടാണ് വരുന്നത്. അതാണ് വെള്ളക്കുതിര പുറത്തു വരാൻ കാരണം. ഈ അന്ത്യക്രിസ്തു വരുമ്പോൾ വെള്ളക്കുതിരയുടെ പുറത്തു വരുമെന്ന് പറയുന്നത് അവൻ ഭൂമിയിലേക്ക് ആദ്യ ഭരണം ഏറ്റെടുക്കുമ്പോൾ സമാധാനവും സന്തോഷമൊക്കെ കൊണ്ടാണ്. പക്ഷേ 3.5 വർഷം കഴിയുമ്പോൾ അവന്റെ സ്വഭാവം മാറും. ഹല്ലേലൂയ. ഈ തന്ത്രത്തിൽ എതിർക്രിസ്തു വിജയിക്കുകയും കിരീടം അഥവാ അധികാരം പ്രാപിക്കുകയും ചെയ്യും എന്ന് 2 തെസ്സലോനിക്ക ലേഖനം 2:9 ഹല്ലേലൂയ ദാനിയേൽ പ്രവാചക പുസ്തകം 11:21 ഒക്കെ കാണാൻ കഴിയും. എന്നാൽ അതിനെയെല്ലാം നീക്കിക്കളഞ്ഞ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് വരും എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 19 പറഞ്ഞു നിൽക്കാം. അവിടെ ന്യായവിധിക്ക് വേണ്ടി നാം കടന്നു ചെല്ലുമ്പോൾ ഇവിടെ വിശ്വസ്തരായി ജീവിച്ചവർക്ക് മാത്രമേ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിക്കുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തില് ദൈവസന് ജയിക്കുന്നവനാണ് വെള്ളക്കല്ല് കൊടുക്കുന്നത്. വിവിധമായ അരാജകത്വങ്ങളും അധാർമികതയും അശുദ്ധിയും പാപവും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തിനകന്ന് ഹല്ലേലൂയ അവിശ്വസ്തനായി തീരുമ്പോൾ നാം ഇവിടെ ഈ ലോകത്തെ ജയിക്കുന്നവന് മാത്രമേ വെള്ളക്കല്ല് കൊടുക്കൂ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേലിൽ മരുഭൂമിയിൽ കൂടി നടന്നു വന്നപ്പോൾ മന്നായും വെള്ളക്കല്ലുകളും ആകാശത്ത് നിന്ന് വീണു എന്നാണ് കാണുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കടന്നു വരുമ്പോൾ മന്നയോടൊപ്പം വെള്ളക്കല്ലും വീണു എന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. വെള്ളക്കല്ല് വീണു എന്ന് വേദപുസ്തകത്തിലില്ല, മന്ന വീണു എന്നാണ്. പക്ഷേ വേദ ചിന്തകന്മാർ പറയുന്നത് മന്നയും വെള്ളക്കല്ലും വീണു എന്നാണ്. ഹല്ലേലൂയ. അപ്പം ആകാശത്തിൽ വീണു. നിങ്ങൾ വിശുദ്ധമായി ജീവിക്കണം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അപ്രകാരം ചെയ്തതെന്ന്, ആ വെള്ളക്കല്ലുകൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കാകുന്നു എന്ന് യഹൂദ റബികൾ ഹല്ലേലൂയ അവരുടെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിന് തെളിവില്ലെങ്കിലും യഹൂദ റബിമാർ എഴുതിയിരിക്കുന്ന ചില പുസ്തകങ്ങൾ വായിച്ചാൽ മന്നയോടൊപ്പം വെള്ളക്കല്ലും വീണിരുന്നു. ആ വെള്ളക്കല്ല് വീഴുന്നതിന്റെ കാരണം നമുക്ക് വെളിപ്പെടുന്നതിന്റെ കാരണം വിശുദ്ധി ജീവിക്കുവാൻ, ഇസ്രായേൽ മക്കളെ വിശുദ്ധിയിൽ നടക്കുവാൻ പഠിപ്പിച്ചതാണ്. ഹല്ലേലൂയ. അതിനി അങ്ങനെ സംഭവിച്ചു എന്നിരുന്നാലും വേദപുസ്തകത്തിൽ തെളിവിൽ ഇനി അങ്ങനെ സംഭവിച്ചു എന്നിരുന്നാലും നമ്മളിവിടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ വിശുദ്ധിയെ ജീവിക്കണം. അതുകൊണ്ടാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതും പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ റോമലേഖനം 12:5 വായിക്കുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മാതാവേ, നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ഓടി നടന്ന് നിങ്ങളുടെ തല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്ത് കളയാതെ, ഹല്ലേലൂയ, സൗഖ്യത്തിന് മാത്രം ഓടി നടക്കുന്നവരെ തീരാതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ നിറയ്ക്കും. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന് ഭക്തി വേണ്ട, വിശ്വാസം വേണ്ട, വിശുദ്ധി വേണ്ട, വേർപാട് വേണ്ട, ദൈവത്തോട് വിശ്വസ്തത വേണ്ട, കൂട്ടായ്മ വേണ്ട, ഒന്നും വേണ്ട. എല്ലാവർക്കും സൗഖ്യവും അനുഗ്രഹവും മാത്രം മതി. ഹല്ലേലൂയ. ആ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ സൗഖ്യം മേടിക്കുന്നവരും അനുഗ്രഹവും പ്രാപിക്കുന്നവരും താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാ. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അനുഗ്രഹം കിട്ടി, സൗഖ്യം കിട്ടി, പിന്നെ അവർക്ക് ക്രിസ്തുവിനെ വേണ്ട. ഹല്ലേലൂയ. പിന്നെ അവർ പഴയ അനുഭവത്തിലേക്ക് തന്നെ. അങ്ങനെ ഒരുപാട് പേരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ യോഗത്തിനൊക്കെ അനവധി ആളുകൾ കടന്നു വരാറുണ്ട്. അവരുടെ ആവശ്യം എന്താ? അവർക്ക് സൗഖ്യം വേണം, അവർക്ക് അനുഗ്രഹം വേണം, അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ആ യോഗ മീറ്റിങ്ങുകൾക്കകത്ത് കടന്നു അനേകരും ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് പോയവരൊന്നും പിന്നെ ആ സഭയിലേക്ക് വന്നിട്ടില്ല. പിന്നെ നമ്മളെ കാണാം, എന്തുകൊണ്ടാണ് നിങ്ങൾ വരാൻ പോകും? അത് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അത് ഞങ്ങളുടെ ആൾക്കാർ കാണും. അവർ കണ്ടാൽ എന്തു പറയും? വീട്ടിനകത്ത് ഉറക്കുണ്ടാകും, ഇറച്ചി ഉണ്ടാകും, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. അനുഗ്രഹം വാങ്ങുവാനും സൗഖ്യം വാങ്ങാനും വരുമ്പോൾ അവർക്ക് യാതൊരു ഉപാധികളും മുട്ടായുക്തിയൊന്നും ഇല്ലായിരുന്നു പറയാൻ. അപ്പൊ ആരും കാണും, വരും, പറയും, ആരും കാണും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞില്ല. അവർക്ക് അപ്പൊ സൗഖ്യം കിട്ടി മാറിപ്പോയി പേരുണ്ട്. അവരെ കുറിച്ച് അല്ല വേദപുസ്തകത്തിൽ സംസാരിക്കുന്നത്. നിങ്ങൾ കർത്താവിന്റെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ മരണപര്യന്തം ജീവിക്കണമെന്നാണ്. അവർക്ക് മാത്രമേ നിത്യനിരന്തരം കേൾത്താൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ,
നിന്റെ കുടുംബത്തിനകത്ത് കഞ്ഞി വെക്കാൻ മാർഗമില്ലെങ്കിലും അലരിയ, നിന്റെ കുടുംബത്തിനകത്ത് യാതൊരു അമലരിയ അനുഭവങ്ങളും ഇല്ലെങ്കിലും, ദാരിദ്ര്യത്തിന്റെ അനുഭവമാണെന്ന് പറഞ്ഞാലും, കണ്ണുനീരിന്റെ അനുഭവമാണെന്ന് പറഞ്ഞാലും, മറ്റുള്ളവർക്ക് ഒരു സുഖരൂപ ജീവിതം നയിപ്പാൻ, ആഡംബര ജീവിതം നയിക്കാൻ നിനക്ക് നിന്റെ മക്കൾക്ക് ഉല്ലാസ യാത്രകൾ ചെയ്ത് ഈ ലോകത്തിലെ സുഖങ്ങളിലൂടെ പോകാൻ കഴിയില്ല എങ്കിലും, അല്ലേ, അതിനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ദൈവസേന വിശ്വസ്തരായിരിക്കണം. ദൈവസേന നിങ്ങൾ വിശ്വസ്തരായി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളെക്കാൾ ശ്രേഷ്ഠമായി ഇത് നിങ്ങൾക്ക് ദൈവം തരാൻ പോവുക. ഈ ലോകം കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ദൈവിക അനുഗ്രഹങ്ങളെ കർത്താവ് നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മള് സ്വർഗത്തിലുള്ളതിന് വേണ്ടി ഇവിടെ ആഗ്രഹിക്കുക, ഭൂമിയിലുള്ളതിന് വേണ്ടിയല്ല, ഉയരത്തിലുള്ളതിന് വേണ്ടി ചിന്തിക്കണം. ഭൂമിയിലുള്ളതിന് വേണ്ടി ചിന്തിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്തിക്കളയരുത്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അതാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിച്ച കാണും. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ മനുഷ്യന്റെ കാര്യം എന്താ? ഭൂമിയിൽ അപ്രസാദമാണ്. മനുഷ്യന്റെ പ്രസാദം വേണം. ഹല്ലേലൂയ. മറ്റുള്ള പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, പിതാവേ, ശ്രോതാവേ, യുവതി യുവാക്കന്മാരോട്ടെ, ഭൂമി നിന്നെ മനുഷ്യൻ പുകഴ്ത്തിയത് കൊണ്ടോ, പുകഴ്ച തന്നുകൊണ്ടോ, ഉയർത്തിയത് കൊണ്ടോ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. ഹല്ലേലൂയ. കർത്താവ് നിനക്ക് നൽകുന്ന വെള്ളക്കല്ല വിശ്വസ്തതയുടെ അനുഭവം. ആ വിശ്വസ്തതയുടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവ് നിനക്ക് നൽകിയ ആ പുതിയ പേര്, ആ മഹത്വത്തിന്റെ പദവി നീ ജീവിച്ച്, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് നിന്റെ ജീവിതം തികയ്ക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ നിനക്ക് ചെന്നെത്തുവാൻ കഴിയുള്ളൂ. എത്താൻ ചെയ്യും. ഇവിടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ദൈവരാജ്യത്തെ ചെല്ലാൻ കഴിയാതെ പോയാലത്തെ സ്ഥിതി എന്താ? നമ്മുടെ ജീവിതം എത്ര പരാജയമായിരിക്കും. എത്താൻ ചെയ്യും. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവേ, യേശുവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ മഹത്വത്തെ നാം മനസ്സിലാക്കിക്കൊണ്ടാകും നമുക്ക് നൽകുന്ന വെള്ളക്കല്ലും മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ സ്വതം മറഞ്ഞില്ലാതെ ആർക്കും വെളിപ്പെടാത്തതുമായ നമുക്ക് നൽകുന്ന വെള്ളക്കല്ല് ലഭിക്കുന്നവരുടെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും പ്രാപിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നാം കർത്താവിനെ സേവിക്കണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഈ ഭൂമി നമുക്ക് ലഭിച്ച സമയം മുഴുവൻ കർത്താവിനെ മഹത്വപ്പെടുന്നതായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം. കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നിങ്ങൾ ഒരുപാട് ദാരിദ്ര്യത്തിലൂടെ, കഷ്ടത്തിലൂടെ, രോഗത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാ. ഒരുപക്ഷെ നിങ്ങൾ പറയും, പാസ്റ്റർക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ ഞങ്ങളല്ലേ അനുഭവിക്കുന്നത്. അതെ, ശരിയാ, ഇതെല്ലാവർക്കും ഉണ്ട് പ്രിയരെ, ഓരോരോ കഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഉള്ള കഷ്ടങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം ദൈവത്തോട്. ദൈവത്തോട് വിശ്വസ്തരായെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മുടെ നിത്യത മുഴുവൻ, ഹല്ലേലൂയ, മരണാനന്തരമുള്ള ജീവിതം, ആ നിത്യത മുഴുവൻ കർത്താവിന്റെ കൂടെ വസിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. രക്തം ചെയ്യും. ജീവിതം ഇവിടെ നമ്മൾ തകർത്ത് കളയരുത്. ജീവിതം ഇവിടെ നമ്മൾ ഉടച്ച് കളയരുത്. ഒരു കുപ്പി ഉടയുന്നത് പോലെ പലരുടെ ജീവിതം ഉടഞ്ഞുപോയി. ഉടഞ്ഞ കുപ്പികൾ കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ചില്ലുകളായി വേർതിരിയുന്നത് പോലെ പലരുടെ ജീവിതം പാപത്തിൽ വീണ് ഉടഞ്ഞുപോയി. കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത പാപം അവരെ തകർത്ത് കളഞ്ഞു. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ദൈവമായിട്ട് നിനക്ക് എത്ര അടുത്ത ബന്ധമുണ്ട്? ദൈവമായിട്ട് എത്ര അടുത്ത കൂട്ടായ്മയുണ്ട്? ദൈവത്തോട് ചേർന്നാണോ നീ നടക്കുന്നത്? അവന്റെ കൂട്ടായ്മയിലാണോ വസിക്കുന്നത്? അവന്റെ സ്നേഹം നിന്നിലുണ്ടോ? ദൈവം നിനക്ക് തന്ന ആ വിശ്വസ്തത നീ ദൈവത്തോട് പുലർത്തുന്നുണ്ടോ? ദൈവം നിന്നെ കാണുമ്പോൾ നിന്നെ കുറിച്ച് സന്തോഷിക്കുന്നുണ്ടോ? നിനക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയുമോ? 24 മൂപ്പന്മാർ കിരീടം ധരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ നിനക്ക് ചെല്ലുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇതിനെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. നമ്മെ തന്നെ ശോധന ചെയ്യുന്നില്ല, ഈ ലോകത്തിന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവസാനം നിങ്ങൾ കണ്ണുനീർ തൂകേണ്ടി വരും.
വിലപിക്കേണ്ടി വരും, കണ്ണുനീരൊഴുക്കേണ്ടി വരും. അവിടെ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ ആർക്കും കഴിയില്ല. അത്തമ പാതാളത്തിലേക്ക്, നാശകരമായ പാതാളത്തിലേക്ക്, നരകത്തിലേക്ക്, നരകയാതനയിലേക്ക് നിങ്ങൾ കടന്നുപോയാൽ നിങ്ങളെ ഇവിടുന്ന് കൈപിടിച്ചു ഉയർത്തുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ യേശു പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തയായിരിക്കണം. ലേലിയ അവിശ്വസ്തതയെ പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കണം. പൗലോസ് പറയാൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. പൗലോസ് പറയുന്ന വാക്കുകൾ വളരെ ശക്തമായി കാണണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് റോമലേഖനം 12-1 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ പ്രസാദിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുൻകാലങ്ങളിൽ ഹല്ലേലൂയ അനവധി ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിന്നിട്ടുണ്ട്. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ആദിമകാലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അനവധി ആളുകൾ കർത്താവിന് വേണ്ടി വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ചു. അവർ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. അവർ ഈ ലോകത്തിൽ നിദ്ര പ്രാപിച്ച് മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവ് ന്യായം വിധിക്കുന്ന നാളിൽ, കർത്താവ് പ്രതിഫലം കൊടുക്കുന്ന നാളിൽ വിശുദ്ധന്മാരൊക്കെ പ്രതിഫലം വാങ്ങി ദൈവരാജ്യത്തിൽ വസിക്കുമ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ സകല ദുഷ്ടതയും ജീവിക്കുന്ന സകലരും ന്യായവിധിയിൽ അവർ നിത്യമായി നരകത്തിലേക്ക് പോകും. നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരെ മാതൃകയാക്കാം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പലരും പറയുന്നുണ്ട്. പലരും പറയും, എങ്ങനെയെങ്കിലും ജീവിക്കാൻ പാസ്സായി ഓരോ ദിവസം തള്ളി നീക്കുന്നു. അങ്ങനെയല്ല പ്രിയരെ, എങ്ങനെയെങ്കിലും ജീവിക്കാൻ നമ്മളെ ഇവിടെ ദൈവമാക്കുന്നില്ല. ഓരോ ദിവസം എങ്ങനെയും തള്ളി നീക്കി എങ്ങനെയും ജീവിക്കണമെന്നില്ല കർത്താവ് പറയുന്നത്. ഓരോ ദിവസം നീ എന്നെ ഓർത്ത്, എന്നെ ധ്യാനിച്ച്, എന്റെ നാമം ധരിച്ചുകൊണ്ട് എനിക്ക് എന്റെ വിശുദ്ധനായി വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് യേശു പറയുന്നത്. എങ്ങനെയൊക്കെ ജീവിക്കുക എന്നുള്ള ലോകക്കാർ പറയുന്നതാണ്. നമ്മളോട് ദൈവം അങ്ങനെ പറയും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. അപ്പം വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ വരവിനേണ്ടി ഒരുങ്ങണം. എന്റെ ഒരു അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, കർത്താവ് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന മന്നയും വെള്ളക്കല്ലും പുതിയ നാമത്തെയും കൊടുക്കും. യഹോവയുടെ കയ്യിൽ നിങ്ങൾ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ 62:3 പറയുന്നത് പോലെ നിങ്ങൾക്ക് ഭൂമി ശോധിക്കാൻ കഴിയുള്ളൂ. അതേ ജാതികൾ നിന്റെ നീതിയിൽ, സകല രാജാക്കന്മാരെ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടുമെന്ന് യെശയ്യാവിന്റെ 62:2 അത് നീ ദൈവത്തിന് പ്രസാദമുള്ളതായി. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ വായിച്ച വചനം എന്താണ്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം സ്തോത്രം 17-ാമത്തെ വാക്യമാണല്ലോ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവനും വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ല ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും. വെള്ളക്കല്ലെന്ന് പറയാൻ വിശ്വസ്തതയും, ഹല്ലേലൂയ ആ കല്ലിൽ എഴുതിയ പേരെന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന മഹത്വത്തിന്റെ പദവിയാണ്. അതിന് ജീവിക്കാൻ ദൈവം തന്നെ ഒരുക്കട്ടെ. ഈ ലോകത്തിന്റെ പാപസ്വങ്ങൾ വിട്ട് കർത്താവിന് ചേർന്ന് വസിപ്പാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ചെറിയൊരു വലിയൊരു എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കും. കേരളത്തിൽ, ഭാരതത്തിൽ, രാജ്യങ്ങളിൽ 800 കോടി ജനം ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തയിലും യാച ഓർമ്മ ചോളിൽ തടവറയിലായിരിക്കുന്ന കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുക രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളമേധ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലേക്ക് ജനങ്ങൾക്കായി കർത്താവിയുടെ കരസേന, വ്യോമസേന, നാവികസേന, തീർത്ഥകൾ കാക്കുന്ന BSCRBയുടെ സൈന്യത്തിനായി ക്രമസമാധാന പാല നിയമ റിമാൻഡ് രംഗത്തേക്ക് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ, സഹകരണ പുതുമേല, ആരോഗ്യമേല, സാമ്പത്തിക ബാങ്കിംഗ് മേഖലയിലായിരിക്കും ഏത് സംസ്ഥാന ജീവനക്കാരെ, കടലോരവാസ, തീരദേശവാസ, മത്സ്യബന്ധന, കടന്നുവരിക, വഴിയോര കച്ചവടക്കാരെ, എല്ലാ വ്യാപാരി വ്യവസായികളെയും, എല്ലാ കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ യൂണിയൻ, എല്ലാ ടൈൽസ് ഡ്രൈവേഴ്സിനെയും, സഹകരണ പുതുമ, ആരോഗ്യമേഖല, കരയിലും കടലും, ആകാശമാർഗം, വാഹനോടിക്കും, യാത്ര, സെയിൽസ് നിർമ്മാതാക്കൾ, ക്ഷീരമേഖലയും കാർഷിക പൊതുമേഖലയായിരിക്കുന്നവർക്കായി ഹല്ലേലൂയ കർത്താവി സ്തോത്രം. എല്ലാ മേഖലയിലേക്ക് ജനത്തിനായി, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ മീഡിയ നിൽക്കുന്നവരെ, എല്ലാ സൈന്യന്മാരെയും ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവി മദ്യപാനികളും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരം മടങ്ങി വരുവാൻ, ദൈവത്തോട് അവിശ്വസ്ത പാപത്തിൽ ജീവിക്കാൻ അനവധി പിന്മാറ്റങ്ങളൊക്കെ മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനോട് ഒരുപാട് ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
സകല അശുദ്ധി ജനത്തെ വിടിവിക്കണം. വിദേശ രാജ്യങ്ങളായിരിക്കുന്നവർ, ആമി ജോലിക്കണം, വിദേശ കഷ്ടസംഖ്യം നമ്പരപ്പെടുന്നവർ, ആമി വിധമായി മാറാ രോഗങ്ങൾ, വ്യാധിയാൽ പാപ ശാപ രോഗം എന്ന് അകപ്പെട്ട് കിടക്കുന്ന സകല ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിന്റെ ഭാഗമായി തീരുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ആ പുതിയ പേരിന്റെ മഹത്വത്തിന്റെ പദവിയിൽ നിന്ന് കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായി തീരുവാൻ ജനത്തെ ഒരുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.